ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കാത്തൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ തെങ്കാശി വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. തെങ്കാശി പോണത് വേറെ ഒന്നും കണ്ടല്ല, നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ചേച്ചി ഒന്ന് പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ തെങ്കാശിയിൽ തന്നെ അടിപൊളി സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടി, ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസസ് ഉള്ള ഒരു സ്ഥലമാണ് തെങ്കാശി. അപ്പം ഒരു ദിവസം ഇനി അതിനായിട്ട് നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഇട്ട് മേടിച്ച് കഴിച്ചു. അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ, മാങ്ങ കഴിച്ചിട്ടുള്ള അമ്മ ഇങ്ങനെ കഴിച്ച് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് ഇതേപോലെ കണ്ടില്ലേ റെയിൽവേ പാളൊക്കെ ഉണ്ട്, അവിടെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്, അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ട്രെയിനിലും പോവാം. നമ്മളെല്ലാവരും കൂടെ പിന്നെ വണ്ടിയിലാണ് കേട്ടോ പോയത്. അവിടെ എത്തിയപ്പോൾ ഒരു 8-8:30 മണിയായി. ഈവനിങ് ഒരു 4-4:30-5 മണിക്കകത്താണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ വീടിൻ്റെ ടെറസിലൊക്കെ കയറി, ടെറസിലൊക്കെയാണ് നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റും പിന്നെന്താ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂവും കൂടെയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അമ്പലമൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പൊറോട്ട, ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു തമിഴ്നാട് സ്റ്റൈലായതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് എല്ലാം കൂടെ ബായി പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. പോണ വഴിക്ക് നമ്മൾ കുളത്തുപുഴ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഒരു ദിവസം നമ്മൾ വരുന്നതായിരിക്കും. അങ്ങനെ കുളത്തുപുഴ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ. അത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടി നമ്മളവിടെ ഇറങ്ങിയതാണ്. ഇറങ്ങി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ എന്താ പറയുക, അങ്ങനെ അമ്പലത്തിൽ നമുക്ക് രാത്രികളിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിന് അടുത്ത് തന്നെ ആയിട്ട് ഒരു കുളം പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി നിന്നു. രാത്രി കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും പേരുണ്ടായെങ്കിൽ വലിയ പേടിയൊന്നും തോന്നിയില്ല. അവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ ഇതേപോലെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു, ഓരോ പ്രേതകഥകളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് കുറേ നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.